Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 4 സംഘത്തിന്റെ ഗുണ്ടാവിളയാട്ടം. സന്ദർശക പാസില്ലാതെ എത്തിയത് തടഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയും പോലീസ് ഔട്ട് പോസ്റ്റ് അടിച്ചു തകർക്കുകയും ചെയ്തു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. രോഗിയെ സന്ദർശിക്കാനായി എത്തിയ 4 സംഘത്തിന്റെ കൈവശം മതിയായ സന്ദർശന പാസുകൾ ഉണ്ടായിരുന്നില്ല. ഇത് ചോദ്യം ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരൻ കജേഷ് കുമാറിനെ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിന് പിന്നാലെ പരിസരത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച സംഘം മെഡിക്കൽ കോളേജ് വളപ്പിലെ പോലീസ് ഔട്ട് പോസ്റ്റ് അടിച്ചു തകർത്തു. ഔട്ട് പോസ്റ്റിന്റെ ഗ്ലാസ് വാതിലുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട് 2 യുവാക്കളെ പോലീസ് പിടികൂടി. പരിയാരം അമ്മാനപ്പാറ സ്വദേശി ഷിൻഡോ ബേബി തോമസ്, മടിക്കാനം കുണ്ടപ്പാറ സ്വദേശി സാം ഒലഹനാൻ എന്നിവരെയാണ് പിടികൂടിയത്. സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മർദ്ദനമേറ്റ കുഞ്ഞിമംഗലം കുതിരുമൽ സ്വദേശി കജേഷ് കുമാറിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ലംഘിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഗതാഗതക്കുരുക്കിൽ പൊറുതിമുട്ടി ചെറുകുന്ന് പട്ടണം. ചെറുകുന്നിൽ ഉത്സവം നടക്കുമ്പോൾ ചരക്ക് ലോറികൾ വഴിതിരിച്ചുവിടാത്തതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. പോലീസ് ഇടപെടൽ കാര്യക്ഷമം അല്ലെന്നും ആക്ഷേപം. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ചെറുകുന്നിലെ പ്രധാന ക്ഷേത്രമായ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ഉത്സവം നടക്കുന്നതിനാൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുൻവർഷങ്ങളിൽ ഉത്സവ സമയങ്ങളിൽ ദീർഘദൂരം പോകേണ്ട വാഹനങ്ങളും ചരക്ക് ലോറികളും വളപട്ടണം പാപ്പിനിശ്ശേരി ഭാഗത്തുനിന്ന് ദേശീയപാത വഴിയാണ് കടത്തിവിടാറ്. എന്നാൽ ഇത്തവണ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ ചെറുകുന്ന് പഴയങ്ങാടി വഴി തന്നെ കടന്നു പോവുകയാണ്. ഇത് ഏറെ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കാഴ്ചയും മറ്റും റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഗതാഗതം നിയന്ത്രിക്കാൻ ആവശ്യമായ ട്രാഫിക് പോലീസ് സംവിധാനമില്ലെന്നും ആക്ഷേപമുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ നേരം ഗതാഗതക്കുരുക്കിൽപ്പെടുകയാണ്. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. നിലവിൽ വളപട്ടണം, കണ്ണപുരം, പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ്. ചെറുകുന്ന് ഭാഗത്തേക്ക് റോഡ് ആരംഭിക്കുന്നത് പാപ്പിനിശ്ശേരി വെച്ചാണ്. ഇത് വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പെടുന്നത്. പിലാത്തറ ഭാഗം പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഉത്സവാഘോഷം നടക്കുന്ന ചെറുകുന്ന് പ്രദേശം കണ്ണപുരം പോലീസിന്റെ പരിധിയിലുമാണ് ഉൾപ്പെടുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ കാര്യമായ ഇടപെടലുണ്ടായാൽ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ ആവശ്യമായ നടപടിയൊരുക്കണമെന്നും ആവശ്യത്തിന് ട്രാഫിക് പോലീസ് സംവിധാനം ചെറുകുന്നിൽ ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുടുംബശ്രീ സംഘടിപ്പിച്ച വിഷുചന്തകളിൽ 6 കോടിയിലധികം രൂപയുടെ വിറ്റുവരവ്. 83 ലക്ഷത്തിൽ അധികം രൂപയുടെ വിറ്റുവരവുമായി കണ്ണൂർ ജില്ലയാണ് മുന്നിലുള്ളത്. കുടുംബശ്രീ സംഘടിപ്പിച്ച 1067 വിഷുചന്തകളിൽ 6.32 കോടി രൂപയുടെ വിറ്റുവരവ്. 83.4 ലക്ഷം രൂപയുടെ വിറ്റുവരവുമായി കണ്ണൂർ ജില്ലയാണ് ഏറ്റവും മുന്നിൽ. 14,174 കർഷക സംഘങ്ങളിലെ അംഗങ്ങളായ വനിതാ കർഷകർ ഉൽപ്പാദിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങളും സൂക്ഷ്മ സംരംഭ മേഖലയിലെ 16,875 യൂണിറ്റുകൾ തയ്യാറാക്കിയ ഭക്ഷ്യോൽപ്പന്നങ്ങളുമാണ് വിൽപ്പന നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കവ്വായിയിലെ മത്സ്യലേലം 40 വർഷങ്ങളുടെ പാരമ്പര്യവുമായി ഇന്നും ആവേശം കൈവിടാതെ തുടരുന്നു. ഓരോ പുലരിയിലും ഉയരുന്ന ലേലം വിളികൾ
കവ്വായിക്കായലിനോടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആത്മബന്ധവും നാടിന്റെ കൂട്ടായ്മയും തെളിയിക്കുന്നു. ഒരുപാട് നൊസ്റ്റാൾജിയ സമ്മാനിക്കുന്ന കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ആദ്യം വന്ന കാഴ്ച കണ്ടുവരാം. 1440, 440, 450, 450, 450, 60, 60, 70, 1470, 80, 80, 1480, 450, 1450, 450, 90, 90, 500, 1500, 1500, കരിക്കാർ 1500. മത്സ്യലേലത്തിന്റെ വിളികൾ കേട്ടാണ് പയ്യന്നൂരിനടുത്ത കവ്വായിയിൽ ഓരോ പ്രഭാതവും പുലരുന്നത്. 4 പതിറ്റാണ്ടായി തുടർന്നു വരുന്ന ഈ ലേലം ഒരു വ്യാപാര പ്രവർത്തനം എന്നതിലുപരി നാട്ടുകാരുടെ ജീവിത രീതിയും സംസ്കാരവും കൂടിയാണ്. കവ്വായി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ലേലം നടക്കുന്നത്. പുഴയിൽ നിന്നും പിടിച്ച മീനുകൾ ചെറുകിട മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എത്തിക്കുമ്പോൾ ലേലം തുടങ്ങും മുൻപ് തന്നെ ആളുകൾ ഒത്തുകൂടും. ലേലം ആരംഭിക്കുമ്പോൾ ഓരോ മീനും വിലപേശലിന്റെ ചൂടിൽ പുതിയ വില നേടുന്നു. ആർക്കാണ് കൂടുതൽ എന്ന വിളികൾക്കൊപ്പം കൈ ഉയർത്തലുകളും കണ്ണ് ചിമ്മലുകളും ചേർന്ന് ഒരു വ്യത്യസ്ത ഭാഷ ഇവിടെ രൂപം കൊള്ളുന്നു. ഇത് ഒരു മാർക്കറ്റ് മാത്രമല്ല, അനുഭവങ്ങളുടെയും ബന്ധങ്ങളുടെയും കൈമാറ്റ കേന്ദ്രമാണ്. വീട്ടാവശ്യങ്ങൾക്ക് മീൻ വാങ്ങാൻ വരുന്നവരും ചെറുകിട വ്യാപാരികളും വരെ ഈ ലേലത്തിൽ ഏർപ്പെടുന്നു. ഈ ലേലത്തിന് പിന്നിൽ ഒരു സാമൂഹിക ഘടകവും വ്യക്തമാണ്. ഇവിടെ വെച്ചാൽ 10-40 വർഷമായി ഈ ലേലം തുടങ്ങിയിട്ട്. അപ്പം ആൾക്കാർ മാറി മാറുന്നതാണ്. സൊസൈറ്റിൻ്റെ ഇതിൽ മാറി പോകുന്നതാണ്. ഇപ്പം ഞാൻ 3 വർഷമായി നല്ല നിലയിൽ പോകുന്നുണ്ട്. ഫ്രഷ് മത്സ്യമാണ്, മായമില്ല, ഒന്നുമില്ല, നല്ല നിലയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം ആർക്കും എടുക്കാം, ഏതാൾക്കും എടുക്കാം, ഏത് ഇഷ്ടപ്പെട്ട മീൻ എടുക്കാം, ആർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. കറിക്കാർക്കും കച്ചവടക്കാർക്കും എല്ലാവർക്കും എടുക്കാം. നല്ല നിലയിൽ പോകുന്നുണ്ട്. ടൈമിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം ഈ കാലാവസ്ഥൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ 6:40 ആവും, ചിലപ്പോൾ 7 മണിയാവും, ചിലപ്പോൾ 6:30 ആവും. അത് കാലാവസ്ഥൻ്റെ ഒരു ഇതാണ്. ഇപ്പം 6:40 സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണി തീരും. ഒരുപാട് ആൾക്കാർ സ്ഥിരം വാങ്ങുന്നവരുണ്ട്. സ്ഥിരം കച്ചവടക്കാരുണ്ട്, കറിക്കാരുണ്ട്, സ്ഥിര കുറേ കച്ചവടക്കാരുണ്ട്. ഈ കറിക്കാർ ഇപ്പോൾ അറിഞ്ഞോണ്ട് ഇപ്പം ഇങ്ങനെ അറിഞ്ഞോണ്ട് ഇഷ്ടംപോലെ കറിക്കാർ വരുന്നുണ്ട്. ഫ്രഷ് മീനായതുകൊണ്ട്. എൻ്റെ ഇത് വളർത്തുന്നതല്ല, മായമില്ല, ഒന്നുമില്ല, ഫ്രഷ് മീനാണ്. ഈ കവ്വായി കായലിൽ നിന്ന് പിടിക്കുന്ന മീനാണ്. വർഷങ്ങളായി ഒരേ ആളുകൾ ഇവിടെ മീനെത്തിക്കുന്നതിനാൽ ഇതൊരു കൂട്ടായ്മയായി മാറിയിരിക്കുന്നു. സന്തോഷങ്ങളും പ്രയാസങ്ങളും പങ്കിടുന്ന വേദിയായി ലേലം വളർന്നു. പുതുതായി വരുന്ന തലമുറയ്ക്കും ഈ പാരമ്പര്യം കൈമാറ്റപ്പെടുകയാണ്. പഴയ തലമുറയുടെ അനുഭവവും പുതിയ തലമുറയുടെ ആവേശവും ചേർന്ന് ഈ ലേലം കൂടുതൽ സജീവമാകുന്നു. ആധുനിക വിപണികളും സൂപ്പർ മാർക്കറ്റുകളും വളർന്നിട്ടും കവ്വായിയിലെ മത്സ്യലേലം അതിൻ്റെ സവിശേഷത നഷ്ടപ്പെടാതെ ഇപ്പോഴും തുടർന്നു പോരുന്നു. ഇവിടെ ലഭിക്കുന്ന മീനുകളുടെ പുതുമയും വിശ്വാസബന്ധവും ആളുകളെ ഇന്നും ഇവിടെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലേലം ഒരു വ്യാപാര ഇടപാടിനേക്കാൾ ഏറെ ഒരു ജീവിതശൈലിയായി മാറിയിരിക്കുന്നു. കാലം മാറിയാലും പാരമ്പര്യത്തിൻ്റെ ഈ ശബ്ദം കവ്വായിയിൽ ഇനിയും തുടരും. മത്സ്യങ്ങളുടെ ലേലവിളികളിൽ ഒരു ഗ്രാമത്തിൻ്റെ ആത്മാവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജലാശയങ്ങളിൽ ലഭ്യമായതും മായമില്ലാത്തതുമായ മത്സ്യം വാങ്ങുവാൻ രാവിലെ ഇവിടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. റോഡരികിൽ അപകട ഭീഷണിയായതിനെ തുടർന്ന് മുറിച്ചുമാറ്റിയ മരത്തിന്റെ കുറ്റി മറ്റൊരു അപകടക്കെണിയാകുന്നു. മാതമംഗലം ടൗണിന് സമീപത്താണ് റോഡരികിൽ മുറിച്ച മരത്തിന്റെ അവശേഷിച്ച ഭാഗം വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും അപകടക്കെണി ഒരുക്കുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം ടൗണിന് തൊട്ടടുത്തായാണ് ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന നിലയിൽ മരത്തിന്റെ അടിഭാഗമുള്ളത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് റോഡിനോട് ചേർന്ന് മുറിച്ച മരത്തിന്റെ വേര് ഉൾപ്പെടെയുള്ള അവശേഷിച്ച ഭാഗമുള്ളത്. മഴക്കാലമാകുന്നതോടെ പുല്ലും കാടും കയറി കാണാത്ത രീതിയിലായാൽ വൻ അപകടമായിരിക്കും ഉണ്ടാവുകയെന്ന് സമീപവാസികൾ പറയുന്നു. ഡ്രൈവർമാർക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെടാൻ സാധിക്കാത്ത വിധത്തിലാണ് ശേഷിച്ച ഭാഗമുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്കും ഇത് ഭീഷണിയായി മാറിയതായി സമീപവാസികൾ പറയുന്നു. അപകട ഭീഷണിയായ മുറിച്ച മരത്തിന്റെ അവശേഷിച്ച ഭാഗം എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ ചരമദിനാചരണവും അവാർഡ് ദാനവും താക്കോൽ ദാനവും തായ്നേരി കൃഷ്ണസദനത്തിൽ നടന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ ഡോക്ടർ പ്രകാശൻ PP ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യസമര സേനാനിയും ബഹുഭാഷാ പണ്ഡിതനും ഗുരുവര്യനുമായ വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിൽ രൂപം കൊടുത്ത വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതിയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച്
കൃഷ്ണൻ മാസ്റ്ററുടെ ചരമദിനാചരണവും അദ്ദേഹത്തിന്റെ സ്മൃതിയിൽ മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരന് സമ്മാനിക്കുന്ന AKP അവാർഡിന്റെ സമർപ്പണവും AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ ലൈബ്രറിയനായ K. പത്മിനിക്ക് വേണ്ടി സമിതി നേരിട്ടെടുത്ത് പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനവും നടന്നു. ഈ വർഷത്തെ AKP അവാർഡിന് അർഹനായിട്ടുള്ളത് കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ രഘുനാഥ് പലേരിയാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ ഡോക്ടർ പ്രകാശൻ PP പരിപാടി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ആരായിരുന്നുവെന്നും നമ്മുടെ ബൗദ്ധിക ലോകത്തും രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം സമർപ്പിച്ച സംഭാവന എന്തായിരുന്നുവെന്നും ഈ നാടിനറിയാം. പയ്യന്നൂരിൻ്റെ പ്രൗഢമായ ദേശീയ പ്രസ്ഥാന പാരമ്പര്യത്തിൽ ഏറ്റവും ആദ്യം പറയാവുന്ന പേരുകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റേത്. അതുപോലെ പാണ്ഡിത്യത്തിൻ്റെ മേഖലയിൽ നമുക്കറിയാം, ഒരു കാലത്ത് മാസ്റ്റർ എന്ന് വിളിച്ചിരുന്നത് കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയ വാക്കാണെങ്കിലും അത് സ്കോളേഴ്സിനെയായിരുന്നു നമ്മൾ വിളിച്ചിരുന്നത്. സദനം നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AK രാമകൃഷ്ണൻ അനുസ്മരണ ഭാഷണം നടത്തി. രഘുനാഥ് പലേരി AKP അവാർഡ് ഏറ്റുവാങ്ങി. K. പത്മിനി താക്കോൽ ഏറ്റുവാങ്ങി. ഡോക്ടർ E. ശ്രീധരൻ, പോത്തേര കൃഷ്ണൻ, KV സത്യനാഥൻ, KP വിജയകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിറങ്ങളാൽ ചാലിച്ച മനസ്സുകളുടെ യാത്ര പ്രമേയമാക്കി പ്രമുഖ ചിത്രകാരി ഷീബ ബാബുവിന്റെ ചിത്രപ്രദർശനം സോളോ റൈഡറിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തുടക്കമായി. കേരളത്തിലും പുറത്തുമായി ഇതിനകം വേറിട്ട 17 ചിത്രപ്രദർശനങ്ങൾ ഷീബ നടത്തിയിട്ടുണ്ട്. ആന്തരികമായ യാത്ര ഒറ്റയ്ക്ക് നടക്കുമ്പോഴും ഒറ്റയല്ല, ഓർമ്മകളുടെയും ബന്ധങ്ങളുടെയും നഷ്ടങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഒരു സമാഹാരമാണ് മനസ്സ്. ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ കഴിയാത്തതും വിട്ടുമാറാൻ ആഗ്രഹിക്കാത്തതുമായ എല്ലാം കൂടെ വഹിച്ചുകൊണ്ടുള്ള യാത്ര. അതാണ് ഷീബ ബാബുവിന്റെ ചിത്രപ്രദർശനം സമൂഹത്തിലെത്തിക്കുന്നത്. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പ്രദർശനത്തിലേക്ക് അക്രിലിക്, ചാർക്കോൾ മാധ്യമങ്ങളിൽ 35 ചിത്രങ്ങളാണ് ഷീബ തയ്യാറാക്കിയത്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമായി ഇതിനകം 17 ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറികളിലും നിരവധി ചിത്രപ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചിത്രകലയിൽ ഡിപ്ലോമ നേടിയ ശ്രദ്ധേയയായ കലാകാരിയാണ് തൃക്കരിപ്പൂർ പിലിക്കോട് മാങ്കടവത്ത് കോവലിലെ ഷീബ ബാബു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പ്രദർശനം ചലച്ചിത്ര സംവിധായകൻ ഗിരീഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു. വിനോദ് പയ്യന്നൂർ, ഷിഹാബ് ഉദിനൂർ, ബാലൻ സൗത്ത്, ചിത്രകാരി ഷീബ ബാബു എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ സംഗീതാസ്വാദകരെ ആവേശത്തിലാഴ്ത്തി ഗംഗാശശിധരന്റെ വയലിൻ സംഗീത പരിപാടി അരങ്ങേറി. ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. പാരമ്പര്യ സംഗീതവും ആധുനിക സംഗീത ശൈലികളും സമന്വയിപ്പിച്ച ഫ്യൂഷൻ അവതരണം കാണികളുടെ കൈകേടികൾ ഏറ്റുവാങ്ങി. പ്രതിഭാധനയായ ബാലകലാകാരിയായ ഗംഗാ ശശിധരൻ തന്റെ വ്യത്യസ്തമായ സംഗീതാവതരണത്തിലൂടെ ശ്രദ്ധേയയായി. ചെറുപ്പത്തിലെ സംഗീതരംഗത്ത് മികവ് തെളിയിച്ച ഗംഗ നിരവധി വേദികളിൽ ഇതിനകം തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടിയാണ്. ഭക്തിഗാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുക്കിയ വയലിൻ അവതരണം പരിപാടിയുടെ പ്രധാന ആകർഷണമായി. ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ പ്രദേശവാസികളും ഭക്തജനങ്ങളും വലിയ തോതിൽ പങ്കെടുത്തു. ഗംഗയുടെ പ്രകടനത്തിന് പ്രേക്ഷകർ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരണം നൽകിയത്. ഘടം, തകിൽ, റിതം കമ്പോസ്, കീബോർഡ് തുടങ്ങിയ സംഗീത ഉപകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗംഗ വയലിനിൽ വിരൽ തൊട്ടപ്പോൾ അതൊരു മാന്ത്രിക സ്പർശമായി മാറി. സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായ ഗംഗാ ശശിധരനെ കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി കണ്ണപുരം ദേശവാസികളുടെ വക കാഴ്ചവരവും ആചാരവെടിക്കെട്ടും നടന്നു. 7 ദിവസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുവാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അന്നദാനം കൊണ്ട് പുകൾപെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് മഹോത്സവം നടന്നു വരികയാണ്.
ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കണ്ണപുരം ദേശവാസികളുടെ വക ഗംഭീര കാഴ്ചവരവും ആചാരവെടിക്കെട്ടും നടന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കാഴ്ചവരവിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും പുറത്തെഴുന്നള്ളത്ത് നടന്നുവരുന്നു. ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രം വട്ടപ്പന്തലിൽ എത്തിച്ചേരുന്നത്. കാഴ്ചവരവിന് ശേഷം കരിമരുന്ന് പ്രയോഗവും നടന്നു. ഉത്സവം കവിണിശ്ശേരിയിലേക്ക് പോയതിനു ശേഷം തിരിച്ചെഴുന്നള്ളത്തും പാണ്ടിമേളവും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികളും നടന്നുവരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം കലശ ഉത്സവം ഏപ്രിൽ 18 മുതൽ 24 വരെ നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം കലശോത്സവം ഏപ്രിൽ 18 മുതൽ 24 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 18 രാവിലെ 9 മണിക്ക് മാടായിക്കാവിൽ നിന്നും കണ്ടങ്കാളി, കാരളി, ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും, പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂവും പ്രസാദവും കൊണ്ടുവരൽ, രാത്രി 7 മണിക്ക് ഭക്തിഗാന സുധ, 7:30 ഫ്യൂഷൻ ഡാൻസ്, 8 മണിക്ക് സാംസ്കാരിക സമ്മേളനം, 9 മണിക്ക് നൃത്തസന്ധ്യ. ഏപ്രിൽ 19 രാത്രി 7 മണിക്ക് ഫ്യൂഷൻ തിരുവാതിര, കൈകൊട്ടിക്കളി, 8 മണിക്ക് നൃത്തലയം തുടങ്ങി നിരവധി പരിപാടികൾ നടക്കും. ഏപ്രിൽ 24 ഊർബലി, രാത്രി 7 മണിക്ക് വീരഭദ്രൻ തെയ്യങ്ങളുടെ പുറപ്പാട്. ഡോക്ടർ സി സന്തോഷ്, KV സുബിൻ ബാബു, PV അഭിഷേക്, AV അഖിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയ ലങ്കടി ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം നേടിയവർക്കും പരിശീലകർക്കും കാസർഗോഡ് ജില്ലാ ലങ്കടി അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ITയിൽ നടന്ന അനുമോദന യോഗം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നിർവാഹക സമിതി അംഗം PP അശോകൻ ഉദ്ഘാടനം ചെയ്തു. ലങ്കടി ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ മികച്ച വിജയം നേടിയ കേരള ടീം അംഗങ്ങൾക്കും പരിശീലകർക്കും ടീം മാനേജർക്കും ലങ്കടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ KV ഗോപാലനും ടെക്നിക്കൽ ഡയറക്ടറും മുഖ്യപരിശീലകനുമായ സുജേഷ് കൃഷ്ണൻ എന്നിവരെയുമാണ് അനുമോദിച്ചത്. ITയിൽ നടന്ന അനുമോദന യോഗം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നിർവാഹക സമിതി അംഗം PP അശോകൻ ഉദ്ഘാടനം ചെയ്തു. ആ തിരക്കിനിടയിലും ഈ ഒരു ലങ്കടി അസോസിയേഷനുണ്ട് ഇതിൻ്റെ പിന്നിൽ തന്നെ പ്രവർത്തിച്ചത് നിങ്ങളെ മാക്സിമം വിജയത്തിൽ എത്തിക്കാൻ. ജില്ലാ ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന തലത്തിൽ ഗേൾസും ബോയ്സും ചാമ്പ്യന്മാരാണെന്ന് അറിഞ്ഞത്. കേരളത്തിൽ ചാമ്പ്യന്മാരാണ് കാസർഗോഡ് ജില്ല. അതുപോലെ നാഷണൽ മത്സരത്തിൽ ഗേൾസിൽ 3ാം സ്ഥാനവും വന്നിട്ടുണ്ട്. അപ്പോൾ ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇനിയും ഈ വിജയം നിലനിർത്തണം, 1ാം സ്ഥാനത്തേക്ക് വരുക. ജില്ലാ ലങ്കടി അസോസിയേഷൻ പ്രസിഡന്റ് TV ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KV ഗോപാലൻ, ടെക്നിക്കൽ ഡയറക്ടർ സുജേഷ് കൃഷ്ണൻ, അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ ഷെരീഫ് മാടാപ്പുറം, EV അമുദാബായ്, രാജൻ എടാട്ടുമ്മൽ, സിദ്ദിഖ് ചക്കര, MV അശോകൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. കുറ്റൂർ വെള്ളോറ റോഡിൽ ഇരുൾ ഭാഗത്താണ് കാട് വളർന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. കുറ്റൂർ വെള്ളോറ റോഡിൽ കുറ്റൂർ സ്കൂളിന്റെയും ഇരുളിന്റെയും ഇടയിലാണ് കാട് വളർന്ന് റോഡരികിലേക്ക് തള്ളി നിന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർക്ക് സൈഡിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചില ഭാഗത്ത് ഒരാളുടെ ഉയരത്തിലാണ് കാട് വളർന്നിരിക്കുന്നത്. കാട് വളർന്നു നിൽക്കുന്നതിനാൽ കാട്ടിലേക്ക് മാലിന്യങ്ങൾ വരെ വലിച്ചെറിയുന്നുമുണ്ട്. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. കാട് വളർന്നത് അപകട ഭീഷണിയായി മാറിയിട്ടുണ്ട്. വളവുള്ള സ്ഥലമായതിനാൽ കാടുകൾ വളർന്ന് വാഹനങ്ങൾ വരുന്നത് കാണാൻ സാധിക്കുന്നുമില്ല. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാടുകൾ വെട്ടിത്തളിക്കണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ ഉഴുന്നിന്റെയും പയറിന്റെയും സമൃദ്ധി. ഇത്തരം കൃഷികൾ ചെയ്യുന്നത് പിന്നീട് നെൽകൃഷി ചെയ്യുമ്പോൾ ഏറെ വിളവ് ലഭിക്കുന്നതിന് കാരണമാകുന്നു. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ ഉഴുന്നിന്റെയും പയറിന്റെയും സമൃദ്ധി.
നമ്മുടെ പരമ്പരാഗത കൃഷികളിൽ പെടുന്നതാണ് ഉഴുന്നും പയറും മുതിരയും മറ്റും. വെള്ളം അധികം ആവശ്യമില്ലാത്ത ഉഴുന്നിൻ്റെയും ചെറുപയറിൻ്റെയും കൃഷിരീതി ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ചാണകപ്പൊടി വളമായി ഉപയോഗിക്കുന്നു. കൂടെ മണ്ണിളക്കുമ്പോൾ നെൽച്ചെടിയുടെ അടിഭാഗവും വളമായി ലഭിക്കുന്നു. 3 ഇനം ഉഴുന്ന് കൃഷി ചെയ്തു വരുന്നുണ്ട്. ചെറുപയറിൽ കൂടുതൽ ഇനങ്ങൾ കണ്ടെത്താനായിട്ടില്ല. നെൽകൃഷിയുടെ ഇടവേളകളിലാണ് ഇവ കൃഷി ചെയ്യുന്നത്. ഇതിന്റെ വിളവെടുത്ത് കഴിയുമ്പോൾ പാടത്ത് അവശേഷിക്കുന്ന വള്ളികൾ അടുത്ത് കൃഷി ചെയ്യുന്ന നെൽകൃഷിക്ക് വളമാകുകയും ഏറെ വിളവ് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ പരസ്പര പൂരകങ്ങളാണ് ഈ 2 കൃഷികളും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചീമേനി ചള്ളുവക്കോട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 40ാം വാർഷികാഘോഷം ക്ലബ്ബ് അങ്കണത്തിൽ നടന്നു. VK സുരേഷ് ബാബു കൂത്തുപറമ്പ് ഉദ്ഘാടനവും സാംസ്കാരിക പ്രഭാഷണവും നടത്തി. ചീമേനി നെടുമ്പ ചള്ളുവക്കോട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 40ാം വാർഷികാഘോഷം ക്ലബ്ബ് അങ്കണത്തിൽ നടന്നു. VK സുരേഷ് ബാബു കൂത്തുപറമ്പ് ഉദ്ഘാടനവും സാംസ്കാരിക പ്രഭാഷണവും നിർവഹിച്ചു. ജാതിയുടെ വൃത്തികെട്ട ആ അഴുക്കുചാലിൽ കാലി വെച്ചിട്ട് ജീവിക്കുന്നു എന്നതിന്റെ ദുരന്തമാണല്ലോ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ഒരു ചെറുപ്പക്കാരന്റെ ആത്മഹത്യക്ക് പ്രേരകമായത്. അയാൾ എന്തിനാ പ്രൊഫസറായത്? നമ്മുടെ ഉള്ളിലെല്ലാം ഈ അടിമബോധവും ജാതിയും അന്ധവിശ്വാസവും ഇട്ടം കൂടി നിൽക്കുകയാണ്. അതിനെതിരെ പൊരുതിക്കൊണ്ട് ആ അടിമബോധത്തിൽ നിന്ന് ലോകത്ത് പട്ടിണിയുണ്ടായിരുന്നു, ദാരിദ്ര്യമുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മോചനം നേടാൻ എന്തുണ്ട് മാർഗം എന്നാലോചിച്ചപ്പോ എളുപ്പമല്ലായിരുന്നു അത്. ചടങ്ങിൽ ലതാ KT അധ്യക്ഷയായി. മനോജ് VV, ചന്ദ്രൻ CK, തമ്പാൻ KT, വിനോദ് കുമാർ CP, വിനോദ് കുമാർ PB, കരുണാകരൻ K, മോഹനൻ P, രാമകൃഷ്ണൻ TV, അനിൽകുമാർ P തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ആദ്യ കഥാസമാഹാരം പുറത്തിറക്കിയ നാടിന്റെ കഥാകാരൻ രഞ്ജു MVക്കും സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച അതിഥി പ്രദീപ്, ഗിരിനന്ദ എന്നിവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. തുടർന്ന് ഗാനമേളയും അരങ്ങേറി. 2026 ഡിസംബറിൽ ആഘോഷ പരിപാടികൾ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ സർഗജാലകം 6ാം വാർഷികാഘോഷം ഏപ്രിൽ 19 ഞായറാഴ്ച പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.